എന്താണോ അറിയേണ്ടത് അത്, ആ വസ്തു അറിയാൻ ഇരിക്കണ ആളാരാ? എനിക്കറിയേണ്ടത് ഞാൻ. എന്താണ് അറിയേണ്ടത്? ആ അറിവ്. ഇത് മൂന്നുമാണ് ത്രിപുടി. ഈ മൂന്നും ചേർന്നാൽ ഇതിനെയാണ് കുലം എന്നും പറയുന്നത്. ഇതിൻ്റെ ഒക്കെ അപ്പുറത്തുള്ള ആളെ കുലത്തിലൊന്നും പെടുത്താൻ പറ്റില്ല. അകുലം എന്ന് പറയും, അത് ശിവൻ. അപ്പം അകുലത്തിനെയും കുലത്തിനെയും അറിഞ്ഞാലാണെന്ന് മോക്ഷം എന്നാ പറയുക. അതായത് പ്രപഞ്ചത്തിൽ നമ്മൾ ഈ കാണാനായിട്ടുള്ള നോളജ്, നമ്മളിന്ന് സയൻറ്റിഫിക് നോളജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ അതൊക്കെ ദേവിയാണ്. വിജ്ഞാനം എന്ന് നമ്മൾ വിളിക്കുന്നത് ദേവിയാണ്, ശക്തിയാണ്, പ്രകൃതിയാണ്. ജ്ഞാനം എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ ബ്രഹ്മബോധം, ബ്രഹ്മജ്ഞാനമാണ്. ഇത് രണ്ടും അറിയണമോ മോക്ഷം കിട്ടുന്നു. രണ്ടിനെയും ആക്സെപ്റ്റ് ചെയ്യണം. അബ്ദുൽ കലാം പറഞ്ഞ പോലെ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളൊരു സയൻറ്റിസ്റ്റ് അല്ലേ, നിങ്ങൾ എങ്ങനെ ഈശ്വരവിശ്വാസി എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഇത് ആരാണ് ഉണ്ടാക്കിയതെന്ന് ആലോചിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്, ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ശാസ്ത്രം. ശാസ്ത്രം തെളിവന്വേഷിച്ച് പോണതാണ്. ഒരു കാര്യം പഠിക്കണമെങ്കിൽ ശാസ്ത്രത്തിന് ആദ്യം പരീക്ഷണം നടത്തണം. അനുഭവം ഉണ്ടായിട്ട് തിയറി പറഞ്ഞു തരികയാണ് ചെയ്യണത് ആധ്യാത്മികത. മറ്റേത് തിയറി ഉണ്ടാക്കിയിട്ട് പ്രാക്ടിക്കലി പഠിക്കാൻ പോണത്. അപ്പം ഈ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ശിവനെയും ശക്തിയും അറിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം ശരിക്കും.